Hi all, welcome to EduValley. ഇന്ന് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കുകയാണ്. അതായത് ഇന്ന് നമ്മൾ രണ്ട് ടേമുകളാണ് പഠിക്കുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ്. അത് എന്താ പറയാ, നമ്മുടെ DBMSനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൂടെയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാ പഠിച്ചതെന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ DBMS എന്താണെന്നും പിന്നെന്താണ് അതിനകത്തെ കണ്ടന്റുകൾ ഏതൊക്കെയാണ് എന്നാണ് പഠിച്ചത് അല്ലെ. ഒന്നാമത്തെ വീഡിയോക്കകത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് DBMSന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്നാണ് പഠിച്ചത്. രണ്ടാമത്തെ ക്ലാസ്സിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേംസ് നമ്മൾ പഠിച്ചു. DBMSനകത്തെ പ്രധാനപ്പെട്ട ടെർമിനോളജീസ് നമ്മൾ പഠിച്ചു. കാർഡിനാലിറ്റി എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, ഡിഗ്രി എന്താണ്, റിലേഷൻ എന്താണ്, DB എന്താണെന്നുള്ള ആ ഒരു ഫ്ലോ ഒക്കെ നമ്മൾ പഠിച്ചു. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കമ്പോണൻസ് ആയിരുന്നു. കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പ്രൊസീജിയർ, ഡേറ്റ, യൂസർ, ലാംഗ്വേജസ് എന്നിങ്ങനെ 6 കമ്പോണൻസ് ആണ് DBMSന് മെയിൻ ആയിട്ടുള്ളതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അതിന്റെ ലൈവ് വരെ നമ്മൾ നടത്തി. ആൻഡ് നെക്സ്റ്റ് അത് കഴിഞ്ഞ് പഠിച്ചത് ലാംഗ്വേജുകളാണ്. 2 ലാംഗ്വേജുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും. അതും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി നമ്മൾ രണ്ട് ടേമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതെന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്താണെങ്കിലും അല്ല മറ്റെല്ലാ പ്രോഗ്രാമും, ഇപ്പൊ ജാവ, HTML, അതുപോലെ തന്നെ എന്താണ് C++, ഇതിനകത്തെല്ലാം വരുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ടേമുകൾ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ 2 ടേമിന് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് തന്നെ ക്ലാസ് വെച്ചേക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ടേമാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ ടേമാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പൊ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് ഓർക്കുക, അബ്സ്ട്രാക്ഷൻ എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എവിടെ കേട്ടാലും ഇതിന് ഒരേ മീനിങ് തന്നെയാണ് വേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണിക്കില്ല, ഓൺലി ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം എന്ത് ചെയ്യും, ഷോ ചെയ്യും. അതായത് ഇപ്പം നിങ്ങളിപ്പോ ഈ സ്ക്രീൻ കാണുവാണ്, ഈ സ്ക്രീനിന്റെ പുറകില് ഇപ്പൊ ഇതുപോലെ എന്താണ് ഇങ്ങനെ ആനിമേഷൻ ഒക്കെ ചെയ്തു വരാനായിട്ട് നമ്മൾ കുറെ കണ്ടന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്തേ കാണുന്നുള്ളൂ, ഞാൻ അടുത്തൊരു കീ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ പെർട്ടിക്കുലർ എന്താണ് അനിമേഷൻ കൊടുത്തത് അത് വരുന്നതായിട്ടാണ് കണ്ടേക്കണേ. അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ലൈവ് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അതാണ് യൂസറിന് ആവശ്യമായിട്ടുള്ള മാത്രം ഇൻഫർമേഷൻസിനെ കൊടുത്ത് ബാക്കിയുള്ളതിനെ ഹൈഡ് ചെയ്ത് വെക്കുക. ആ ഒരു ടേമിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന് ആവശ്യപ്പെട്ടത് മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുന്നു, അല്ലാതെ അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള കണ്ടന്റുകൾ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഷോ ചെയ്യും, കാണിക്കും. ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യും. അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ ATMനകത്ത് പോയിട്ട് പിൻ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ പിൻ ചേഞ്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡ് ഇട്ടു. കാർഡ് ഇടുന്ന സമയത്ത് നമ്മളോട് കുറെ കാര്യങ്ങൾ ചോദിക്കും അല്ലെ, കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ കറണ്ടിൽ നിന്നാണോ അല്ലെങ്കിൽ സേവിങ്സിൽ നിന്നാണോ പൈസ എടുക്കുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കണം, എമൗണ്ട് അടിച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നത് എന്താ, പൈസ ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ പൈസ എങ്ങനെയാണ് അവിടുന്ന് എടുത്ത് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ATMിൽ നിന്ന് കഴിഞ്ഞാൽ? ഇല്ല. നമുക്ക് അവസാനം പൈസ ഇങ്ങ് പുറത്തോട്ട് വരുന്നതേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ. അതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യമുള്ളൂ. അവിടുന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. പൈസ നമ്മൾ പിന്നടിച്ചു കൊടുത്ത് പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ കൺസേൺഡ് ആവുന്നുള്ളൂ. അപ്പൊ അതേപോലെ എന്താണ്, യൂസറിന് ആവശ്യമായിട്ട് ഉള്ള ഇൻഫർമേഷൻസിനെ മാത്രം ഷോ ചെയ്യിക്കുകയും അല്ലാതെയുള്ള അൺനെസസറി ആയിട്ടുള്ള അൺനെസസറി മീൻസ് യൂസറിന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടന്റുകളെ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നെക്സ്റ്റ് സെന്റൻസിലും പറയുന്നത്. ഇറ്റ് റെഫർ ടു ഹൈഡിങ് അൺനെസസറി ഡാറ്റ ഫ്രം എൻഡ് യൂസർ. എൻഡ് യൂസർ എന്ന് പറയുന്നത് ഗുണഭോക്താവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഈ ക്ലാസിന്റെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ. അതായത് നിങ്ങൾ എന്തേ കാണുന്നുള്ളൂ, ഞാനിപ്പോ ഇവിടെ പെന്ന് വെച്ചിട്ട് ഇവിടെ വരയ്ക്കുമ്പോ നിങ്ങൾ എന്തേ കാണുന്നുള്ളൂ, ഈ വര ഇങ്ങനെ വരുന്നതേ കാണുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നിട്ടാണ് എന്ത് ഡിവൈസിനകത്താണ് വരയ്ക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല. അതേപോലെ എന്താ,
നമ്മളിവിടെ ആനിമേഷൻ കൊടുക്കുമ്പോൾ ഇത് എന്ത് ആനിമേഷൻ ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതേ ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലെ? അപ്പൊ അതേപോലെ എന്റെ യൂസറിന് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കണ്ടന്റുകളെ ഹൈഡ് ചെയ്യുകയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം ഷോ ചെയ്യിക്കുകയും ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അബ്സ്ട്രാക്ഷൻ എന്നുള്ള ടേമിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത് എന്താ? ഇറ്റ് പ്രൊവൈഡ് ഓൺലി ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിക്വയർഡ്. ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. പിന്നെന്താ? എൻഡ് യൂസറിൽ നിന്നും അൺനെസസറി ഡാറ്റ എന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്യുന്നു. എന്താണ്? എൻഡ് യൂസറിൽ നിന്നും അൺനെസസറി ഡാറ്റ എന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡാറ്റ. ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ക്ലിയർ? ഇനി അടുത്തത് നോക്കുക. ഇതിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ അബ്സ്ട്രാക്ഷനും ഇനി പഠിക്കാൻ പോകുന്ന ടേമിനും ഒരേപോലെയാണ് ലെവൽ വരുന്നത്. ഡിഫറെന്റ് ലെവൽ എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കൽ ലെവൽ, രണ്ടാമത്തെ ലെവലാണ് ലോജിക്കൽ ലെവൽ, മൂന്നാമത്തേതാണ് വ്യൂ. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തേതാണ് 3 ലെവൽസ് ആണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉള്ളത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻസിന് എത്ര ലെവൽ ഉണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 3 എന്നാണ് ആൻസർ. 3 ലെവൽ ആണുള്ളത്. ഏതൊക്കെയാണ്? ഫിസിക്കൽ, ലോജിക്കൽ, എന്താണ്? വ്യൂ ലെവൽ. ഫിസിക്കൽ ലെവല് ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ളതാണ്. ഏറ്റവും കോർ ഭാഗത്താണ് ഫിസിക്കൽ ലെവൽ. ഇത് ആർക്കും അധികം കാണാൻ പറ്റില്ല. അഡ്മിനോ അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്ററിനോ ഒക്കെയാണ് ഫിസിക്കലി കാണാൻ പറ്റുക. വ്യൂ എന്ന് പറയുന്നത് ഓഡിയൻസിന്, അതായത് നിങ്ങളിപ്പം ഈ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ലെവലിലാ പറഞ്ഞേ? വ്യൂ ലെവലിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള ഏറ്റവും കോർ സൈഡിൽ വരുന്നതാണ് ഫിസിക്കല്. എൻഡ് യൂസറിനോട് അടുത്ത് നിൽക്കുന്ന ലെവലാണ് വ്യൂ ലെവല്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ആവശ്യമായ ഇൻഫർമേഷൻസ് മാത്രം യൂസറിന് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ് അബ്സ്ട്രാക്ഷൻ. 3 ലെവലാണുള്ളത്: ഫിസിക്കൽ, ലോജിക്കൽ ആൻഡ് വ്യൂ. യൂസറിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് വ്യൂ ലെവലാണ്. ആൻഡ് വ്യൂ ലെവൽ എന്ന് ഡിഫറെന്റ് 3 പേര് അത് യൂസ് ചെയ്യുന്നു എന്നാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഓരോന്നും നോക്കാം. ആദ്യത്തേതാണ് ഫിസിക്കൽ ലെവൽ. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് അബ്സ്ട്രാക്ഷന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഫിസിക്കൽ ലെവൽ. ഇതാണ് എന്ത് ചെയ്യുന്നേ? ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദി സ്റ്റോറേജ് മീഡിയം. അപ്പൊ ഫിസിക്കൽ ലെവൽ എന്താ ചെയ്യണേ? എങ്ങനെ എന്നുള്ളത് തന്നെയാണ് ഉത്തരം നൽകുന്നത്. ഓക്കെ, സ്റ്റോറേജ് മീഡിയത്തിനകത്ത് ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഫിസിക്കൽ ലെവല് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെന്താ? കോംപ്ലക്സ് ലോ ലെവൽ ഡാറ്റ സ്ട്രക്ചർ ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദിസ് ലെവൽ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആനിമേഷൻസ് ചെയ്യുന്നതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഇന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡാറ്റ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക. ഓക്കെ, ഡാറ്റ സ്ട്രക്ചർ നോക്കിയേ. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് ഫിസിക്കൽ ലെവൽ. ഇവിടെ എന്താ കൊടുക്കുന്നത്? ഇറ്റ് ഷോ ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ സ്റ്റോറേജ് മീഡിയം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ്? ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ സ്റ്റോറേജ് മീഡിയം. ഒരു സ്റ്റോറേജ് മീഡിയത്തിനകത്ത് ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്നതാണ് ഫിസിക്കൽ ലെവൽ. അതുപോലെ തന്നെ കോംപ്ലക്സ് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെയാണ് കേട്ടോ വരിക. കോംപ്ലക്സ് പ്രോഗ്രാംസ്, സ്ട്രക്ചർ, അതായത് ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഭാഗങ്ങളൊക്കെ ആവശ്യമില്ലാത്തതാണ്. എന്റെ യൂസറിന് ആവശ്യമില്ലാത്ത കണ്ടന്റുകളാണ്. അപ്പൊ ഈ കണ്ടന്റുകളൊക്കെ എവിടെയാണ് വരുന്നത്? ഫിസിക്കൽ ലെവലിലാണ് വരുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു പോയിന്റ്. ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദി സ്റ്റോറേജ് മീഡിയം. ഒന്നാമത്തെ ലെവലാണ് പറഞ്ഞത്. രണ്ടാമത്തേതാണ് ലോജിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയർ ലെവലാണ് ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവൽ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നിലവിലുള്ള ഈ ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻസ് എന്താണ് എന്നാണ് കാണിക്കുന്നത്. അതായത് എന്ത് എന്നാണ് ഓർക്കുക. സോ ആദ്യത്തേനകത്ത് എന്താ? ഡാറ്റ സ്റ്റോറേജ് മീഡിയത്തിനകത്ത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്നതാണ് ഫിസിക്കൽ ലെവൽ. ലോജിക്കൽ ലെവൽ എന്താ? എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ലോജിക്കൽ ലെവലില് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് പ്രോഗ്രാമിംഗ് കോഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും.
ഈ ലെവലാണ് അഡ്മിൻമാർ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇവിടെയാണ് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെക്കോർഡ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ. അപ്പോ ഡേറ്റ ഒക്കെ സൂക്ഷിക്കുന്നത്, ഡേറ്റയുടെ കളക്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡാണ്. അപ്പൊ റെക്കോർഡുകൾ ഡിഫൈൻ ചെയ്യുന്ന ലെവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക്കൽ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലാണ് റെക്കോർഡുകൾ ഡിഫൈൻ ചെയ്യുന്നത്. അത് എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമംഗ് ദോസ് ഡാറ്റ. ഈ റിലേഷൻഷിപ്പ് എന്താണ്? ഒരു ഡാറ്റയെ കുറിച്ച് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന ഡാറ്റയെ നമ്മൾ എന്തെന്നാ പറയുന്നേ? മെറ്റാ ഡാറ്റ. അപ്പൊ കളക്ഷൻ ഓഫ് ഡാറ്റ, മെറ്റാ ഡാറ്റ അതുപോലത്തെ കണ്ടന്റുകളൊക്കെ വരുന്നത് ഈ ഒരു ലെവലിലാണെന്ന് ആലോചിക്കുക. ലോജിക്കൽ ലെവൽ. രണ്ടാമത്തെ ലെവൽ എന്ന് പറയാം ഫിസിക്കൽ ലെവലാണ് ഏറ്റവും ലോവസ്റ്റ് ലെവല്. അതിന്റെ നെക്സ്റ്റ് ഹയർ ആണ് ലോജിക്കൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ? വാട്ട് ഡാറ്റ ആർ സ്റ്റോർഡ്, എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇത്തരത്തില് ഇവിടെയുള്ള ഡാറ്റാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതാണ് ലോജിക്കൽ ലെവലില് കാണാനായിട്ട് പറ്റുക. അഡ്മിൻസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏരിയയാണ് ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത്. റെക്കോർഡുകൾ തയ്യാറാക്കപ്പെടുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? ലോജിക്കൽ ലെവലിലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വ്യൂ ലെവൽ. അതായത് യൂസേഴ്സിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഡാറ്റാബേസിന്റെ പ്രധാനപ്പെട്ട വിഷ്വൽ എൻട്രി ഭാഗങ്ങൾ മാത്രം കാണിക്കുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് വ്യൂ ലെവൽ. ക്ലിയർ ആണോ? അപ്പൊ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നതിന് എന്തുണ്ട്? അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെസസറി കണ്ടന്റുകൾ മാത്രം ഷോ ചെയ്യുന്നതാണ് അല്ലെ. 3 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കൽ, ലോജിക്കൽ, അതുപോലെ തന്നെ എന്താണ്? വ്യൂ ലെവൽ അല്ലെ. ഇതിനകത്ത് എന്താ? ഹൗ ആണ് ഡാറ്റ സ്റ്റോറേജ് മീഡിയത്തിനകത്ത് എങ്ങനെ സ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് ഫിസിക്കൽ ലെവലിൽ പറയുന്നത്. ഇനി എന്താണ്? ഇവിടെ എന്താണ്? വാട്ട്, എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് ആൻഡ് അതിന്റെ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതാണ്. പിന്നെന്താ? അഡ്മിൻസ് യൂസ് ചെയ്യുന്നത് ഈ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ എന്താ? റെക്കോർഡ്സ് ഡിഫൈൻ ചെയ്യുന്നതും എവിടെയാണ്? ലോജിക്കൽ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് വ്യൂ ലെവൽ. ഹയസ്റ്റ് ലെവലാണ്. അതുപോലെ എന്താ? യൂസറിന് കാണാവുന്നതാണ്. വെരി ക്ലോസ് ടു യൂസർ ആണ്. ഇവിടെ എന്താ? ഇതിന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഭാഗം, ഡാറ്റാബേസിന്റെ ഒരു ഭാഗം മാത്രമാണ്, കോർ അല്ല. നമുക്ക് ഉപയോക്താവിന് കാണുന്നതിന് മാത്രമുള്ള പെർമിഷൻ ഉള്ള യൂസേഴ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം വരച്ചു വെച്ചേക്കുക. അബ്സ്ട്രാക്ഷൻ എന്ന് എഴുതിയിട്ട് വരച്ചേ. ശരിക്കും വരയ്ക്കണേ. വരയ്ക്കുമ്പോ ഞാൻ ശരിച്ചായിപ്പോ എഴുതിയേക്കണേ. ഇതിങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോർത്താ മതി? ഇതൊന്ന് നോക്കിയാൽ മതി. ഫുള്ള് കണ്ടന്റ് ഇരുന്ന് വായിക്കാൻ നിൽക്കണ്ട. ഈ ഡയഗ്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക? ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഈ ഒരു ഒറ്റ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? കണ്ടന്റ് ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. അടുത്തതാണ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പൊ ഡാറ്റ എന്ന് പറയുന്ന കണ്ടന്റിനെ നമ്മൾ എവിടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഫിസിക്കലിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലോജിക്കലിൽ യൂസ് ചെയ്യുന്നുണ്ട്, വ്യൂ ലെവലിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? നമ്മളിപ്പോ ഫിസിക്കലിൽ ഡാറ്റയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ലോജിക്കലിൽ എന്ത് ചെയ്യാൻ പാടില്ല? എഫക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്? വ്യൂവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ഫിസിക്കലിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്? ഡാറ്റാബേസിന്റെ മറ്റ് ലെവലുകളിൽ മാറ്റം വരാതെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പെർട്ടിക്കുലർ ലെവൽ ഏതാണോ അവിടെ മാത്രം ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ നോക്കിയേ? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ചേഞ്ച് ദ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ എന്നാണ് കേട്ടോ ഓർക്കുക. നമ്മൾ ഡാറ്റാബേസിന്റെ സ്കീമ എന്നാണ് പറയാറ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് without affecting the application program or user view that access the data. അതായത് എന്താണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയോ യൂസറിനെയോ എഫക്ട് ചെയ്യാതെ എന്ത് ചെയ്യാണ്? ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിന്റെ മാറ്റം വരുത്താനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഡിപെൻഡൻസ് എന്ന് പറയാ. ഒന്നുകൂടെ പറയാം. എന്താണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയോ യൂസറിനെയോ എഫക്ട് ചെയ്യാതെ എന്താണ്?
ഡാറ്റാബേസിന്റെ സ്ട്രക്ചറില് മാറ്റം വരുത്താനുള്ള ഒരു കപ്പാസിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് എന്ത് ചെയ്യുക, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഇതും സിയിലും C++ലൊക്കെ വരുന്നതാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നോക്കാം, ഇനി ഇവിടെ വരുന്നത് 3 എണ്ണാണ്. ഫിസിക്കൽ, ലോജിക്കൽ, ഇൻഡിപെൻഡൻസിന് വരുന്നത് 2 ലെവലാണ്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. സോ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മോഡിഫൈ ദ ഫിസിക്കൽ സ്കീമ, ഫിസിക്കൽ സ്ട്രക്ചർ without causing application program to be rewritten. It is necessary to improve performance. ഈ 2 പോയിന്റ് അതുപോലെ തന്നെ ഓർത്തിരിക്കണം. അതായത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിൽ എന്താ ചെയ്യണേ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ത് ചെയ്യണം, റീറിട്ടൺ ചെയ്യാതെ തന്നെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഇസ് ദ എബിലിറ്റി ടു മോഡിഫൈ ദ ഫിസിക്കൽ സ്ട്രക്ചർ വിതൗട്ട് കോസിംഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ബി റീറിട്ടൺ. അതായത് നമുക്കറിയാം ഡാറ്റാബേസിൽ പല സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട് അല്ലെ, എല്ലാത്തിനും ഒരേ കോഡാണെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് റൺ ആയിക്കൊള്ളണമെന്നില്ല. ഡാറ്റാബേസിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് സ്റ്റോപ്പ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെ വരാതെ, ആപ്ലിക്കേഷൻസിന് പ്രശ്നം വരാതെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ കോഡുകൾ റീറിട്ടൺ ചെയ്യാതെ തന്നെ ഫിസിക്കൽ സ്ട്രക്ചറിൽ, ഡാറ്റാബേസിന്റെ ഫിസിക്കൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ആവശ്യം വരില്ല, ഇവിടെ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരില്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാം റീറിട്ടൺ ചെയ്യേണ്ടതില്ല. ഓക്കെ, റീറിട്ടൺ ചെയ്യണ്ട. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറയുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം റീറിട്ടൺ ചെയ്യാതെ തന്നെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ, സ്കീമയെ മാറ്റം വരുത്താൻ കഴിയുന്നതിനെയാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുക. നമ്മളുടെ സിസ്റ്റത്തിന്റെ, ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്ഡ് പെർഫോമൻസിന് ആവശ്യമാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. സോ ഇറ്റ് ഇംപ്രൂവ് ദ പെർഫോമൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യുന്നു, പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലോജിക്കൽ ഡാറ്റ. സോ എന്താണ്, ലോജിക്കൽ സ്കീമയാണ് മാറ്റി വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് മാറ്റി എഴുതണം. അതായത് ഫിസിക്കൽ എന്ന് പറയുമ്പം നമ്മൾ കളർ മാറ്റുന്നത്, അതുപോലെ തന്നെ എന്താണ് ബോൾഡ് ആക്കുന്നത്, ഇതൊക്കെ ഫിസിക്കലിൽ വരാം. ഓക്കെ, ലോജിക്കൽ എന്ന് പറയുമ്പം അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ എന്താണ്, ലോജിക്കൽ സ്ട്രക്ചറിലാണ് ഇവിടെ മാറ്റം വരുത്തുന്നത്. മറ്റേത് ഭംഗി മോഡിഫൈ ചെയ്യുന്നത്, ഭംഗി കൂട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഓർക്കുക. ഇവിടെ കുറച്ചും കൂടെ കമ്പ്യൂട്ടേഷൻ രീതിയിലേക്കാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മോഡിഫൈ ലോജിക്കൽ സ്ട്രക്ചർ വിതൗട്ട് കോസിംഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ബി റീറിട്ടൺ. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റീറിട്ടൺ ചെയ്യാതെ തന്നെ ലോജിക്കൽ സ്കീമയില്, ലോജിക്കൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഡാറ്റാബേസിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ്, ലോജിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരുമ്പോഴാണ് ഇത് നെസസറി ആയിട്ട് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് എന്നായിരുന്നു. അങ്ങനെയല്ല, എന്താണ്, ഫിസിക്കൽ സ്കീമയില് കാണുന്നതിലാണ് ഭൗതികമായിട്ടുള്ളത് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിനാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇതുവഴി എന്തില്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റീറിട്ടൺ ചെയ്യേണ്ടതായിട്ടില്ല. ഇത് ഇംപ്രൂവ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വരുന്നതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതായത് നമ്മളുടെ പ്രോഗ്രാം കോഡുകൾ എഴുതുമ്പോൾ അതിനകത്ത് ലോജിക്കൽ കണ്ടീഷൻസ് ഒത്തിരി എഴുതാറുണ്ട്, അല്ലെങ്കിൽ DBMSനകത്തും ലോജിക്കൽ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലോജിക്കൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമ്പോഴാണ്, മാറ്റം വരുത്താനുള്ള കഴിവാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ സ്ട്രക്ചറുകളിൽ മാറ്റം വന്നാലാണ് ഇത് ചെയ്യേണ്ടതായിട്ട് വരിക. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഈ ഡാറ്റാന് എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് മറ്റ് ലെവലുകളിൽ എന്ത് ചെയ്യണില്ല, മാറ്റം വരുന്നില്ല. അതായത് നമ്മളിപ്പോ ഒരു ലെവൽ ലോജിക്കൽ എടുത്തു ചെയ്തു, പക്ഷെ ആപ്ലിക്കേഷനിൽ മാറ്റം വന്നോ, ലോജിക്കൽ സ്ട്രക്ചറിൽ എന്ത് വന്നിട്ടില്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാം കോഡുകൾ റീറിട്ടൺ ചെയ്യേണ്ടതായിട്ടില്ല. ഫിസിക്കലി നമ്മൾ ചേഞ്ച് ചെയ്തു, ആ ഡാറ്റ അവിടെ മാത്രമാണ് ചേഞ്ച് ആവുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലെ മാറ്റം വരുന്നുണ്ടോ, ഇല്ല. അപ്പൊ അങ്ങനെ
ആലോചിക്കുക. സോ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് ആലോചിക്കുക. അതായത് നമ്മൾ ഒരു ലെവലിൽ ഒരു ഡാറ്റയ്ക്ക് വരുത്തുന്ന മോഡിഫിക്കേഷൻ മറ്റ് ലെവലിൽ അതേ ഡാറ്റനെ ഉണ്ടാവും. അതായത് ഈ സെയിം ഡാറ്റ തന്നെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ 3 എന്ത് ചെയ്യാണ് പാത്രം ഉണ്ടെന്ന് വെക്കാം. ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ, ഇത് ലെവൽ 1, ഇത് ലെവൽ 2, ഇത് ലെവൽ 3 എന്ന് ആലോചിക്കാം. 3ലും ഈ എ എന്ന് പറയുന്ന ഈ സാധനം തന്നെയാണ് ഇതിലും ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ലെവൽ 1ലുള്ള എനെ ഇങ്ങ് എടുത്തിട്ട് എന്ത് ചെയ്തു, എ ഞാന് ബോൾഡ് ആക്കി. ഓക്കെ, ബോൾഡ് ആക്കുവാണ് കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങ് ബോൾഡ് ആക്കി. അപ്പൊ എവിടെ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളൂ? ലെവൽ 1ൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളൂ. ലെവൽ 2ലും ലെവൽ 3ലും മറ്റേ സാധാരണ രീതിയിലുള്ള എ തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ലെവലിലെ ഒരു ഡാറ്റനെ എടുത്തിട്ട് അതിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന സമയത്ത് അതേ ഡാറ്റ മറ്റേതെങ്കിലും ലെവലുകളിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യാസം വരാതെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലെവലിൽ മാത്രം അതിന്റെ മാറ്റങ്ങൾ വരാൻ സഹായിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. സ്വതന്ത്രം എന്നുള്ളത് തന്നെ ആലോചിക്കുക. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഞാൻ ആലോചിച്ചത് ഇതിന്റെ മലയാളം ഇങ്ങനെ തന്നെയാണ് എഴുതുന്നതെന്നാണ് ആലോചിച്ചത്. കുറച്ചു നേരം എനിക്ക് ഡൗട്ടായിപ്പോയി. ഓക്കെ, അപ്പം അബ്സ്ട്രാക്ഷൻ എന്നുള്ളത് യൂസറിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം കാണിച്ചു തരുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. 3 ലെവലാണുള്ളത്. ഫിസിക്കൽ, ലോജിക്കൽ, വ്യൂ എന്ന് പറയുന്നത്. ഫിസിക്കലിനകത്ത് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. ലോജിക്കലിനകത്ത് എന്ത് ഡാറ്റയാണ് ആൻഡ് അതിന്റെ റിലേഷൻ എന്താണ് എന്ന് പറയുന്നു. പിന്നെ യൂസറിന് ഏറ്റവും അടുത്തുള്ളതാണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഡാറ്റയിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിൽ അതിന് കുഴപ്പമൊന്നും വരാതെ അതിന്റെ സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ C++ഉം കൂടെ പഠിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ വരച്ച ബോക്സിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. ഇവിടെ മാറ്റം വരുത്തിയപ്പോൾ ഇവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ഇവിടെ മാറ്റം വരുന്നില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റയിൽ അതിന്റെ ഒരു ലെവലിൽ മാത്രം മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റ് ലെവലുകളെ എഫക്ട് ചെയ്യാതെ അതിന്റെ ഫിസിക്കൽ ഓർ ലോജിക്കൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്താനായിട്ട് കഴിയും. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയാ. 2 തരത്തിലാണുള്ളത്, ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ നോട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഫൈൻ, താങ്ക് യു.